നമസ്കാരം. നമ്മൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് മണ്ണാന്തല ജംഗ്ഷന് സമീപമാണ്. മണ്ണാന്തല ജംഗ്ഷന് സമീപം ഒരു 13 സെന്റ് സ്ഥലവും ഒരു 1800 സ്ക്വയർ ഫീറ്റ് വീടുമാണ് ഇന്ന് വിൽപ്പനയ്ക്കുള്ളത്. മണ്ണാന്തല ജംഗ്ഷനിൽ നിന്നും കേരളാതിപുരത്തിലേക്ക് പോകുന്ന വഴിക്ക് മണ്ണാന്തല നിന്നും 1 കിലോമീറ്ററാണ് ഇതിലേക്ക് വരാനുള്ള ഡിസ്റ്റൻസ്. 13 സെന്റ് സ്ഥലം 1800 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്കിതിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. സൈഡിലായിട്ട് നല്ലൊരു കിണറുണ്ട്. നല്ല ഒരു എന്താ പറയുക, നല്ല വെള്ളമുള്ള, നല്ല ശുദ്ധമായ വെള്ളം കിട്ടുന്ന ഒരു കിണറാണുള്ളത്. അതുപോലെ ഇവിടെ പൈപ്പ് ലൈനും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനും കണക്ഷൻ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് അകത്തെ വിശേഷങ്ങൾ നോക്കാം. കയറുമ്പോൾ തന്നെ നല്ല ഒരു സിറ്റ് ഔട്ട് ആണ് കേട്ടോ. നല്ല സ്പേസ് ആയിട്ടുള്ള സിറ്റ് ഔട്ട്. ഇപ്പൊ നമുക്കൊരു ഗസ്റ്റ് ഒക്കെ വന്നാൽ നമുക്ക് അകത്തൊന്നും ഇരുത്താതെ തന്നെ നമുക്ക് പുറത്ത് നിന്ന് നമുക്ക് അവരോട് അവരുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാൻ പറ്റും. കണ്ടോ, ഒരു 3-4 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന നല്ലൊരു സിറ്റ് ഔട്ടാണ്. ഇത് ഫുള്ളും തേക്കൻ തടിയിലാണ് കേട്ടോ പണിയിരിക്കുന്നത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാം റെഡ് ബ്രിക്സ് ആണ്. അതുപോലെ തന്നെ ഇതിനകത്ത് കംപ്ലീറ്റും ഉപയോഗിച്ചിരിക്കുന്നത് തേക്കൻ തടിയാണ്. ഇതിനകത്ത് ഈ കയറുമ്പോൾ തന്നെ നമുക്കറിയാം, വിശാലമായൊരു ഹോളാണ്. നല്ല സ്പേസി ആയിട്ടുള്ള നല്ലൊരു ഹോളാണ്. ഒരു ലിവിങ് സ്പേസ് ആണ് ഇത്രയും ഭാഗം ഉണ്ടാവും. നമുക്ക് ഒരു എത്ര ഗസ്റ്റ് വന്നാലും ശരി തന്നെയാണ്, നമുക്ക് വിസിറ്റേഴ്സോ ബന്ധുക്കളോ ഒക്കെ വന്നാലും നമുക്ക് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ്, നല്ല സ്പേസി ആയിട്ടുള്ള ഒരു ഹോളാണ്. അതുപോലെ ഇവിടെ കണ്ടില്ലേ, ഡൈനിങ് സ്പേസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഈ കാണുന്ന ഫർണിച്ചർ ഉൾപ്പെടെ ആണ് കേട്ടോ ഇത് സെയിലിനുള്ളത്. ഈ കാണുന്ന ഫർണിച്ചർ ഉൾപ്പെടെയാണ് നമുക്ക് സെയിലിനുള്ളത്. ഇവിടെ ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട്. അപ്പൊ താഴത്തെ നിലയിൽ വരുന്നത് 2 ബെഡ്റൂമുകളാണ് കേട്ടോ. 2 ബെഡ്റൂമുകളാണ് താഴെ നമുക്ക് സ്ഥിതി ചെയ്യുന്നത്. നല്ല സ്പേസ് ആയിട്ടുള്ള നല്ല ബെഡ്റൂംസുകളാണ്. അതുപോലെ ഇതിലെല്ലാം നന്നായിട്ട് മെയിൻ്റെനൻസ് ആയിട്ട് ഒന്നുമില്ല കേട്ടോ. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒരു വീട് കൂടിയാണ് ഇത്. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് നമുക്ക് നോക്കാം. അതിമനോഹരമായൊരു ബെഡ്റൂമാണ്. അപ്പൊ ഈ ബെഡ്റൂമിൽ ഇതാ AC, അതുപോലെ തന്നെ നമുക്ക് ഒരു കട്ടിലിട്ടാൽ പോലും നമുക്ക് നല്ല സ്പേസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമാണേ. വിശാലം, നല്ല സ്പേസ് ഉള്ള ബാത്റൂം. അപ്പോൾ താഴത്തെ നിലയിൽ ഒരു വിശാലമായ ഹാള്, 2 ബെഡ്റൂം, ഒരു കോമൺ ബാത്റൂം, ഒരു ബാത്ത് അറ്റാച്ച്ഡ് ആണ്, ഒരു ബെഡ്റൂം, അതുപോലെ തന്നെ വാഷ് ബേസിൻ, ഡൈനിങ് ഏരിയ. അതുപോലെ അവിടെ നിന്ന് തന്നെയാണ് നമുക്ക് നേരെ കിച്ചണിലേക്ക് പോകുന്നത്. കിച്ചൺ നല്ല വിശാലമായൊരു കിച്ചൺ, നല്ല സ്പേസ് ആയിട്ടുള്ള കിച്ചൺ. അതിന്റെ സ്റ്റോറേജ് സ്പേസുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് കംപ്ലീറ്റും തേക്കൻ തടിയിലാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. കംപ്ലീറ്റ് കുറച്ച് നാളായി ഇതിനകത്ത് അവർ താമസിച്ചിട്ട്. അപ്പൊ അതിൻ്റെതായ ഒരു ചെറിയ ഒരു മെയിൻ്റെനൻസ് ഒക്കെ നമുക്ക് ഉണ്ടാവും. പക്ഷെ എന്നാലും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. നല്ല സ്പേസ് ആണ്, നല്ല സ്പേസ് ഉണ്ട്, നല്ല മെറ്റീരിയൽ ക്വാളിറ്റി ഉള്ള സാധനങ്ങളൊക്കെയാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. കിച്ചണിൽ നിന്ന് നമുക്കൊരു വർക്ക് ഏരിയ, സൈഡിലായിട്ടൊരു വർക്ക് ഏരിയ ഉണ്ട്. ഇവിടെ വർക്ക് ഏരിയ. അവിടെ നമുക്ക് പഴയ രീതിയിലൊക്കെ അമ്മിക്കല്ലൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പഴയ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പഴയ പത്തായമാണെന്ന് തോന്നുന്നു. ഇതൊക്കെ ഓർമ്മയ്ക്ക് വേണ്ടി സൂക്ഷിക്കുകയാണെന്ന് തോന്നുന്നു. പണ്ടത്തെ കാലത്തെ ഒരു പത്തായമാണ് ഇരിക്കുന്നത്. അതുപോലെ പുറത്തേക്ക് ഇറങ്ങാനുള്ള വഴിയുണ്ട്. അവിടെ നമുക്ക് ഔട്ട് സൈഡിലേക്ക് ഇറങ്ങാനുള്ള വഴിയുണ്ട്. അപ്പോൾ മുകളിലേക്കാണ് പോകുന്നത്. ഇതുവഴി നമുക്ക് മുകളിലേക്കാണ്, രണ്ടാമത്തെ നിലയിലേക്ക് നോക്കിയിട്ടില്ല. ഇതെല്ലാം തേക്കൻ തടിയാണ് കേട്ടോ. ഇതെല്ലാം ഇവിടെ ഒരു വിൻഡോ ഉണ്ട്. നന്നായിട്ട് ഇവിടെ കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു ബെഡ്റൂം, മുകളിലത്തെ നിലയിലാണ് ഒരു ബെഡ്റൂമാണ്. അതും നല്ല അത്യാവശ്യം നല്ല സ്പേസ് ആയിട്ടുള്ള നല്ലൊരു ബെഡ്റൂമാണ്. അതും അറ്റാച്ച്ഡ് ബാത്റൂമാണേ. അത് നല്ല സ്പേസ് ആയിട്ടുള്ള നല്ല വിശാലമായ ഒരു ബാത്റൂം. ഇത് 2 കട്ടിലിട്ടിട്ട് നമുക്ക് ആവശ്യത്തിലേറെ സ്പേസ് ഉണ്ട്. ഇതുപോലെ ഇനി ഇവിടെ ഇപ്പൊ ഈ വീട് മേടിക്കുന്നവർക്ക് ഇനിയും ഒരു 2-3 ബെഡ്റൂം ഇറക്കാനുള്ള ധാരാളം സ്പേസ് ഉണ്ട്. ഇതാ കണ്ടില്ലേ,
നമുക്ക് ഇവിടെ ആയാലും ഒരുപാട് സ്പേസ് ഉണ്ട്. ഈ സൈഡിലായാലും ധാരാളം സ്പേസ് നമുക്ക് ഉണ്ട്. ലിവിങ് സ്പേസ് ഏത് രീതിയിൽ വേണം യൂട്ടിലൈസ് ചെയ്യാം. ഇപ്പോൾ ഈവനിങ് ഒക്കെ ഇവിടെയൊക്കെ ഷീറ്റൊക്കെ ഇട്ട് കവർ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഈവനിങ് ഒക്കെ നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ടൊക്കെ ഒരു കോഫിയെ കുടിച്ചിരിക്കാനായിട്ട് നല്ലൊരു ആംബിയൻസ് ആണ്. കണ്ടില്ലേ, ധാരാളം കൺസ്ട്രക്ഷനും വരുന്നുണ്ട് ഇതിനടുത്ത്, ഒത്തിരി വീടുകളും ഒക്കെ വരുന്ന ധാരാളം നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. അതുപോലെ 13 സെന്റ് എന്ന് ഞാൻ പറഞ്ഞത് അതിൻ്റെ നമുക്കൊരു 7 സെന്റ് ബാലൻസ് വസ്തു വരുന്ന ബാക്ക് സൈഡിലാണ്. നമുക്ക് ഇപ്പോൾ വീട് വെച്ചിട്ട് കുറച്ച് കൃഷിയും കാര്യമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ധാരാളം ഉണ്ട്. നമുക്ക് അതിൽ താഴേക്ക് പോകാം. ആ കാണുന്ന ആ വാഴയും തെങ്ങ് കമുക് അതുപോലെ പ്ലാവ് എല്ലാ ഫലവൃക്ഷങ്ങളും ഉണ്ട്. ആ കാണുന്ന അത്രയും സ്ഥലം കൂടി ചേർന്ന് അതിൻ്റെ ബാക്കിലും ഒരു വഴിയുണ്ട് കേട്ടോ. നമുക്ക് ആ കാണുന്ന വാഴയൊക്കെ നിൽക്കുന്നതിൻ്റെ ബാക്ക് സൈഡിൽ കൂടിയും അതിനൊരു ആക്സസ് ഉണ്ട്. 2 ആക്സസ് ആണ് ഇതിലേക്ക് വരുന്നത് കേട്ടോ. ഇതാ കാണുന്നതാണ് ഇതിലേക്ക് ഇങ്ങനെ ഇതിൻ്റെ ബൗണ്ടറി എന്ന് പറയുന്നത് കണ്ടോ. ഇതാ ധാരാളം ചക്കയൊക്കെ പിടിച്ചിടക്കുകയാണ്. ചക്ക ഉള്ള പ്ലാവ്, തെങ്ങ്, മാവ്, തേക്ക്, അങ്ങനെ ഒത്തിരി ഫലവൃക്ഷ തൈകളൊക്കെ ഉണ്ട്. ഒരുപാട് ധാരാളം വാഴയൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അവരൊന്നും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ പാടാണ് കേട്ടോ. ഇത് നല്ലൊരു മാവുണ്ട്. അങ്ങനെ ധാരാളം മാങ്ങ ഉണ്ടായിരുന്നു. ഇപ്പോൾ സീസൺ കഴിഞ്ഞത് കൊണ്ടാണോ അറിയില്ല, കുറച്ച് മാങ്ങ അവിടെയൊക്കെ നിൽപ്പുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇതിൽ നമുക്ക് കൃഷിഭൂമി ഞാൻ നേരത്തെ പറഞ്ഞില്ല. അതുപോലെ തന്നെ ബാക്കിലേക്ക് ധാരാളം കൃഷി ചെയ്യാനുള്ള സ്ഥലം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. അതാണ് നമുക്ക് ഇത്രയും ഇതിൻ്റെ സൈഡിൽ കൂടി നമുക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു നല്ലൊരു നമ്മുടെ ഇതാണ് വീടിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത് കേട്ടോ. അവിടെ ഒരു 7 സെന്റോളം നമ്മൾ മതിൽ കെട്ടി ഗേറ്റ് ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ നമുക്ക് കൃഷി ചെയ്യാനൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഈ കാണുന്നത്. ഇതൊരു 6 സെന്റ് സ്ഥലമാണ് ഇവിടെ ഉള്ളത്. 6 സെന്റ് നല്ല സ്ക്വയർ പ്ലോട്ടാണ്. ഇതിന് ബാക്ക് സൈഡിലേക്കും വഴിയുണ്ട്. നമുക്ക് ഫ്രണ്ടിലത്തെ വീട്ടിലേക്കുള്ള വഴിയുണ്ട്. അതുപോലെ തന്നെ ബാക്ക് സൈഡിലേക്കും വഴിയുണ്ട്. അപ്പോൾ ഈ 13 സെന്റ് സ്ഥലവും 1800 സ്ക്വയർ ഫീറ്റ് വീടും ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് 1,20,00,000 രൂപയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക. അതുപോലെ റിയൽ എസ്റ്റേറ്റ് ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസുകൾ വീണ്ടും കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ കൊച്ചുവീട്ടിൽ പ്രോപ്പർട്ടീസ് എന്ന യൂട്യൂബ് ചാനലിലും സബ്സ്ക്രൈബ് ചെയ്യുക.